CMRL മാസപ്പടി വിവാദ കേസ് ഇന്ന് വിജിലൻസ് കോടതിയിൽ. CMRLന് വഴിവിട്ട മുഖ്യമന്ത്രി സഹായം നൽകിയെന്നാരോപിച്ച് മാത്യു കുഴൽനാടനാണ് ഹർജി നൽകിയത്. അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് വിജിലൻസ് ഡയറക്ടർ ഇന്നലെ കോടതിയെ അറിയിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ടിൻഡു, ഒരുപക്ഷെ വീണ്ടും ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കും വീണ വിജയനും കുരുക്കുമുറുകുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ? വിഷ്ണു, ഫെബ്രുവരി 29 MLA മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയും CMRലുമായുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിജിലൻസിൽ പരാതി നൽകുന്നത്. ഈ കേസാണ് ഇന്ന് വിജിലൻസ് കോടതി പരിഗണിക്കുന്നത്. ഇന്നലെ, അതായത് കഴിഞ്ഞ ദിവസം, വിജിലൻസ് ഡയറക്ടർ ഈ കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് വിജിലൻസ് കോടതിയിൽ അറിയിപ്പ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ കേസ് ഹൈക്കോടതിയിൽ പോകുന്ന സമയത്തും കേരളത്തിന്, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ അഡ്വക്കേറ്റുമാർക്ക് അല്ലെങ്കിൽ അഭിഭാഷകന്മാർക്ക് ഒക്കെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ അതൃപ്തിയുണ്ട്. അതായത് സർക്കാർ അനുകൂല നിലപാടായിരുന്നു പല പ്രാവശ്യവും സ്വീകരിച്ചിരുന്നത്. അതിനിടയിലാണ് മാത്യു കുഴൽനാടൻ CMRലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിജിലൻസ് കോടതിയിലേക്ക് അല്ലെങ്കിൽ വിജിലൻസിൽ പരാതി നൽകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫെബ്രുവരി 29 CMRലിന് അല്ലെങ്കിൽ CMRലുമായിട്ട് ബന്ധപ്പെട്ട് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് വഴിവിട്ട ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് കേസ് കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ വീണ വിജയനും ഉൾപ്പെടെ 7 പേർക്ക് ഇതിൽ നേരിട്ട ബന്ധമുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്. ആ കേസിന്റെ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് വിജിലൻസ് ഡയറക്ടർ കോടതിയിൽ ഇങ്ങനെ പറയുന്നത്. ആദായ വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിജിലൻസിന് അന്വേഷിക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് വിജിലൻസിന് കടക്കാൻ സാധിക്കില്ല. ആദായ വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ തന്നെ അന്വേഷിക്കട്ടെ എന്നുമാണ് ഇപ്പോൾ വിജിലൻസ് കോടതി അറിയിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ഡയറക്ടർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ കേസ് കോടതി അല്ലെങ്കിൽ വിജിലൻസ് കോടതിയിൽ നിൽക്കുമോ എന്നൊരു കാര്യത്തിൽ ആശങ്കയുണ്ട്. മാത്യു കുഴൽനാടൻ CMRലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തുടരെ ആരോപണങ്ങളും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങളും കൊണ്ടുവന്നത്, അത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് പോകുന്നത് മാത്യു കുഴൽനാടനാണ്. അപ്പോൾ ഈ കേസ് വിജിലൻസിൽ ഇന്ന് പരിഗണിക്കുകയാണെങ്കിൽ, ഹർജി ഇന്ന് പരിഗണിക്കുകയാണെങ്കിൽ ഈ കേസ് കോടതിയിൽ നിൽക്കുമോ എന്നൊരു കാര്യത്തിലും ആശങ്കയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘട്ടങ്ങളിലും കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വ്യവസായ വകുപ്പിന്റെ ഭാഗത്തു നിന്നും, എന്തിനു വേറെ പറയുന്നു, ഹൈക്കോടതി, കേരള അല്ലെങ്കിൽ സർക്കാർ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും CMRലുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾക്കും അനുയോജ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു നിലപാടാണ് പല ഘട്ടങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ തോട്ടപ്പള്ളി കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ഈ കേസ് എത്രത്തോളം നിലനിൽക്കുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ആശങ്കയുള്ളത്. മുഖ്യമന്ത്രിയുടെ മകൾ CMRൽ നിന്നും എക്സാലോജിക്ക് വഴി മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ആദ്യം കേസ് പുറത്തു വന്നത്. പിന്നീടായിരുന്നു ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. പൊഴി മൂടുന്നതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 10 ടൺ കരിമണൽ തോട്ടപ്പള്ളിയിൽ നിന്നും കടത്തി എന്നായിരുന്നു ആരോപണം. അതായത് ഏതാണ്ട് 90 കോടിയിലേറെ രൂപയുടെ കരിമണൽ കടത്തി എന്നായിരുന്നു ആരോപണം. ഇതിന് എക്സാലോജിക്കിന് CMRലുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ട്. അല്ലെങ്കിൽ എക്സാലോജിക്ക് ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ മാസപ്പടി വാങ്ങിയതെന്നും അല്ലെങ്കിൽ വീണ വിജയൻ മാസപ്പടി വാങ്ങിയതെന്നുമാണ് ആരോപണം. അതുപോലെ തന്നെ കേസുമായി ബന്ധപ്പെട്ട വ്യവസായ വകുപ്പിനും അതുപോലെ തന്നെ KMRലിനും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ അനധികൃതമായ ബന്ധങ്ങളുണ്ട് എന്നൊരു ആരോപണം വന്നിരുന്നു. ROCയുടെ റിപ്പോർട്ട് വരുന്നു, തുടർന്ന് SFIയുടെ അന്വേഷണങ്ങൾ വരുന്നു. അപ്പോൾ വ്യാപകമായിട്ട് സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും വ്യവസായ വകുപ്പിനെതിരെയൊക്കെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഒരു കേസാണ് ഇന്ന് ഒരുപക്ഷെ വിജിലൻസ് കോടതി തള്ളിപ്പോയേക്കാവുന്ന നിലയിൽ നിൽക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് ആരോപണം. ഈ കേസാണ് ഇന്ന് വിജിലൻസ് ഹർജി പരിഗണിക്കുന്നത്. വിഷ്ണു, വ്യക്തമാണ്. CMRL മാസപ്പടി വിവാദ കേസ് എന്ന് വിജിലൻസ് കോടതിയിൽ. CMRലിന് വഴിവിട്ട മുഖ്യമന്ത്രി സഹായം നൽകിയെന്നാരോപിച്ച് മാത്യു കുഴൽനാടനാണ് ഹർജി നൽകിയിട്ടുള്ളത്. അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് വിജിലൻസ് ഡയറക്ടർ ഇന്നലെ കോടതിയെ അറിയിച്ചിരുന്നു. ടിൻഡു ദാസാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.